ഒരുമയുടെ സന്ദേശമുയർത്തിപ്പിടിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം സംഘടിപ്പിച്ച വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി. ഡോംബിവിലി കേരളീയ സമാജം സംഘടിപ്പിച്ച വിഷു ഈസ്റ്റർ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ചടങ്ങിൽ പങ്കെടുത്ത സമാജം കുടുംബാംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കയറുമ്പോൾ എനിക്ക് ആദ്യം കൈനീട്ടം തന്നു. വലിയ സന്തോഷം കണ്ടാണ്. അപ്പൊ ഇത്ര വർഷത്തെ ആദ്യത്തെ കൈനീട്ടം തന്നത് ഇവിടെ നിന്നാണ്. ഡൊംബിവിലി തുഞ്ചൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമാ ടെലിവിഷൻ താരം അനീഷ് രവി മുഖ്യാതിഥിയായിരുന്നു. ഒരുമയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം സംഘടിപ്പിച്ച വിഷു ഈസ്റ്റർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് അനീഷ് രവി പറഞ്ഞു. പ്രവാസികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഉച്ചവരെയും ഉടവേരെയൊക്കെ വിട്ടിട്ട് മറ്റേതോ ഒരു നാട്ടിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഡൊംബിവിലിയിലെ മലയാളി സമാജം എന്ന് പറയുന്നത്. ഏറ്റവും അഭിനന്ദനാർഹമാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുഴിയുണ്ടാർന്നേ, ആ നാട്ടിൽ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. പ്രതീക്ഷകളും പ്രത്യാശയുമാണ് ജീവിതത്തെ വർണ്ണാഭമാക്കുന്നതെന്നും ജനപ്രിയ നടൻ കൂട്ടിച്ചേർത്തു. പ്രതീക്ഷയും പ്രത്യാശയുമാണ് പറയുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും അത്തരത്തിലൊരു കവിത തന്നെ ചൊല്ലാം. പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ. കേരളീയ സമാജത്തിന്റെ വിഷു ഈസ്റ്റർ ആഘോഷവേദിയിൽ തിളങ്ങി സിനിമാ ടെലിവിഷൻ താരങ്ങൾ. കവിതകൾ ആലപിച്ചും വിഷു ഈസ്റ്റർ വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് അനീഷ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സദസ്സിനെ കയ്യിലെടുത്തത്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജോഷുവ എബ്രഹാം, സീരിയൽ താരം ഷാലു കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മനുഷ്യന്റെ മനസ്സിൽ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ പകരുന്ന ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നാം പങ്കുചേരുന്നത്. ചടങ്ങിൽ സോവനീർ പ്രകാശനവും നടന്നു. എല്ലാ ആഘോഷങ്ങളിലും കൂടെ നിൽക്കുന്ന നല്ലവരായ സമാജാംഗങ്ങളോടുള്ള ഈ ഭരണസമിതിയുടെ നന്ദിയും സ്നേഹവും കൂടെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമാജം പ്രസിഡന്റ് ഇ പി വാസു, ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ, ഫൈനാൻസ് സെക്രട്ടറി ബിനോയ് തോമസ്, കലാവിഭാഗം സെക്രട്ടറി സുരേഷ് കുമാർ കെ എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയും വിഷു ഈസ്റ്റർ കവിതകൾ ആലപിച്ചുമാണ് കയ്യടി നേടിയത്. കണിക്കുന്ന പൂവിൽ ചിരിയിൽ വിരിയും നാളെയുടെ വിശ്വാസം, കൈനീട്ടം പോലെ സ്നേഹം പങ്കിടാം നമുക്ക് ഒരുമിച്ച്, സമൃദ്ധിയുടെ പാതയിൽ മുന്നേറാം പുതു വഴികളിലേക്ക്. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. സൗജന്യമായി ഡാൻസ് ക്ലാസുകൾ, മ്യൂസിക് ക്ലാസുകൾ, ഇൻസ്ട്രുമെന്റൽ ക്ലാസുകൾ, കരോക്കെ ക്ലാസുകൾ, നിരവധി പരിശീലന പരിപാടികൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. സത്യപ്രദഭരിത തത്വം മമ ഹൃദയ ഭക്തി സ്വരലുളിതം നതോസ്മി ഗുരുവായൂരേശം. വൈവിധ്യമാർന്ന നൃത്താവിഷ്കാരങ്ങൾ ചടങ്ങിന് തിളക്കമേകി. ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂടലൂതിക്കൊണ്ടും കണി കാണണം. കേരളീയ കലകളുടെ സംഗമവേദിയായി സമാജം സംഘടിപ്പിച്ച വിഷു ഈസ്റ്റർ ആഘോഷ പരിപാടികൾ. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. ഈസ്റ്റർ ഗാനങ്ങളുമായി സമാജം ഗായക സംഘവും ഒരുമയുടെ സന്ദേശം പകർന്നാടി.
നമ്മളുടെ പുതിയ ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രത്യാശ ഉണ്ടാവും. ആ പ്രത്യാശയുടെ ദിനങ്ങളാണ് ഈസ്റ്റർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അഞ്ചുമണി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue. Royal Rasool, where elegance meets authentic taste.